ചോദ്യം: ഇസ്ലാമിക ചരിത്രത്തിൽ ആദ്യമായി വഖഫ് ചെയ്തത് ആരാണ്? ഉത്തരം: ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഖൈബറിൽ നിന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിന് കിട്ടിയ ഭൂമി അദ്ദേഹം വഖഫ് ചെയ്തു. ഈ സംഭവം വഖഫിന്റെ അടിസ്ഥാന തെളിവായി ഇമാമുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചോദ്യം: വഖഫ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായത്തിന്റെ പ്രത്യേകതയാണോ? ഉത്തരം: അല്ല. എന്നാൽ ഭൂമി വഖഫ് ചെയ്യൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന്റെ പ്രത്യേകതയാണ്. ചോദ്യം: വഖഫ് ചെയ്യുന്നവന്റെ നിബന്ധനയെന്ത്? ഉത്തരം: വെറുതെ കൊടുക്കാൻ അർഹതയുള്ളവനായിരിക്കണം. അപ്പോൾ ഭ്രാന്തൻ, കുട്ടി എന്നിവരുടെ വഖഫ് സാധുവാകില്ല. ചോദ്യം: അവിശ്വാസി വഖഫ് ചെയ്താൽ സ്വഹീഹാകുമോ? ഉത്തരം: അതെ, സ്വഹീഹാകും. കാരണം വഖഫ് ചെയ്യുന്നവൻ മുസ്ലിമായിരിക്കണം എന്ന നിബന്ധനയില്ല. ചോദ്യം: നിർബന്ധിക്കപ്പെട്ടവന്റെ വഖഫ് സാധുവാണോ? ഉത്തരം: അകാരണമായി നിർബന്ധിക്കപ്പെട്ടവന്റെ വഖഫ് സാധുവല്ല. കാരണം വഖഫ് ചെയ്യുന്നവൻ ഇഷ്ടാനുസരണം ചെയ്യണം. ചോദ്യം: വഖഫ് സ്വഹീഹാവാൻ പ്രത്യേക വാചകം സീഗ വേണോ? ഉത്തരം: അതെ, അത് അനിവാര്യമാണ്. ഉദാഹരണം: ഇന്നത് ഇന്ന വ്യക്തിക്ക് ഞാൻ വഖഫ് ചെയ്തു. ചോദ്യം: ഒരാൾ തന്റെ ഭൂമി ഒരാൾക്ക് വഖഫ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ പറയണം? ഉത്തരം: ഉദാഹരണ സഹിതം പറയാം. എന്റെ ഭൂമി സെയ്ദിന് ഞാൻ വഖഫ് ചെയ്തു എന്ന് പറഞ്ഞാൽ മതി. ചോദ്യം: സമയം നിശ്ചയിച്ച് വഖഫ് ചെയ്യാമോ? ഉദാഹരണം: ഈ വസ്തു 1 വർഷം ഞാൻ സെയ്ദിന് വഖഫ് ചെയ്തു. ഉത്തരം: സമയം നിശ്ചയിച്ച് വഖഫ് സ്വഹീഹല്ല. അതുപോലെ ഒരു കാര്യത്തിനോട് ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള വഖഫും സാധുവല്ല. ഉദാഹരണം: റമദാൻ മാസം വന്നാൽ ഞാൻ വഖഫ് ചെയ്തു എന്ന് പറയും പോലെ. അതേസമയം മരണവുമായി ബന്ധപ്പെടുത്തൽ സ്വഹീഹാണ്. ചോദ്യം: മരണവുമായി ബന്ധപ്പെടുത്തിയ വഖഫ് എങ്ങനെ? ഉത്തരം: ഉദാഹരണം: എൻ്റെ മരണശേഷം എൻ്റെ വീട് ഞാൻ സെയ്ദിന് വഖഫ് ചെയ്തു എന്ന് പറയും പോലെ. അത് സ്വഹീഹാണ്. ചോദ്യം: ഇങ്ങനെ മരണവുമായി ബന്ധപ്പെടുത്തുന്നത് വസിയത്തല്ലേ? ഉത്തരം: ചില കാര്യങ്ങളിൽ വസിയത്തിന്റെ വിധിയും മറ്റു ചില കാര്യങ്ങളിൽ വഖഫിന്റെ വിധിയുമാണ്. ചോദ്യം: രണ്ടിൻ്റെയും വിധികൾ വ്യക്തമാക്കാമോ? ഉത്തരം: അതെ, മരണവുമായി ബന്ധപ്പെടുത്തി വഖഫിന്റെ പദം ഉപയോഗിച്ചാൽ അത് ഒരു കാലത്തും വിൽപ്പനയോ ദാനം നൽകലോ പാടില്ല. ഇക്കാര്യത്തിൽ വഖഫിന്റെ വിധിയാണുള്ളത്. എന്നാൽ സമ്പത്തിന്റെ 1/3 മാത്രമേ സ്വഹീഹാവുകയുള്ളൂ. അവൻ എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാം. 1/3 അവകാശികൾക്ക് അധികാരമില്ല എന്നവയിൽ വസിയത്തിന്റെ വിധിയാണ്. ചോദ്യം: ഒരാൾ തൻ്റെ ഭൂമിയുടെ ഒരു ഭാഗം പള്ളിയായി വഖഫ് ചെയ്യുകയാണെങ്കിൽ ഉപയോഗിക്കേണ്ട പദം എങ്ങനെ? ഉത്തരം: എൻ്റെ ഈ സ്ഥലം ഞാൻ അല്ലാഹു തആലാക്ക് വേണ്ടി പള്ളിയാക്കി എന്ന് പറഞ്ഞാൽ മതി. ചോദ്യം: സീഗയിൽ അല്ലാഹുവിന് വേണ്ടി എന്ന് പറയൽ അനിവാര്യമാണോ? ഉത്തരം: അല്ല. അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിലും സ്വഹീഹാകും. ചോദ്യം: ഞാൻ പള്ളിയാക്കി എന്ന് പറഞ്ഞാൽ തന്നെ എങ്ങനെയാണ് വഖഫാകുന്നത്? വഖഫ് ചെയ്തു എന്ന് പറയേണ്ടതല്ലേ? ഉത്തരം: വേണ്ട. ഈ സ്ഥലം ഞാൻ പള്ളിയാക്കി എന്ന് പറഞ്ഞാൽ തന്നെ അത് വഖഫായി. കാരണം പള്ളി എന്നത് വഖഫല്ലാതെ ആകുകയില്ല. അതിനാൽ പള്ളി എന്ന പദം ഉണ്ടായാൽ വഖഫ് എന്ന പദം ആവശ്യമില്ല. ചോദ്യം: ഈ സ്ഥലത്ത് ഞാൻ നിസ്കരിക്കാൻ വഖഫ് ചെയ്തു എന്ന് പറഞ്ഞാൽ പള്ളിയാകുമോ? ഉത്തരം: ഇല്ല. ആ സ്ഥലം വഖഫായ സ്ഥലമാകും, പള്ളിയാകില്ല. പള്ളി എന്ന കരുത്തോടെയാണ് പ്രസ്തുത വാക്യം പറഞ്ഞതെങ്കിൽ പള്ളിയാകും.